ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പണി ഇന്നത്തെ വെച്ചാൽ മല്ലി വറുക്കാനിരുന്നു കേട്ടോ. മല്ലി നല്ല വെയിലത്തിട്ട് ഉണങ്ങി ചൂടാക്കിയിട്ട് മില്ലിൽ കൊടുത്തേക്കാൻ വേണ്ടി മല്ലി വറുക്കണം വീട്ടിൽ വിട്ടത്. അതിക്ക് നമ്മൾ എന്തൊക്കെ ഇടുന്നത് വെച്ചാൽ ഇതാ വലിയൊരു പട്ട, ഏലക്കായൻ്റെ പട്ട, ഏലക്കായ 1 2 3 4 5 6 ഏലക്കായ ഇട്ടിന്. 8 എടുത്തിട്ടുണ്ട്, 6 ഇടുന്നുണ്ട്. ഇതാ കുറച്ച് ഗ്രാമ്പു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടുണ്ട് പിന്നെ പെരുംജീരകം, നമ്മൾ പെരുംജീരകം അതൊക്കെ ഇടാനുള്ള. പിന്നെ ഈ മഞ്ഞ കളർ ഉണ്ടാണ്ട് മഞ്ഞളിടും, ഉണങ്ങിയ മഞ്ഞൾ ഞാൻ ഉണക്കി വെച്ചിന്. അപ്പോൾ എത്ര ക്ലിയർ ഉറങ്ങിയിട്ട് ഇതൊക്കെ ഈ ഉണക്കാമഞ്ഞൾ 2 3 ഇട്ട. ഇത് നമ്മൾ നാടൻ മഞ്ഞളാട്ടോ, ഉണക്കിയതാണ്, പീടിയെന്ന് കടന്ന് വാങ്ങിയതല്ല. മഞ്ഞൾ 100 മഞ്ഞൾ കറക്റ്റ് എനിക്കറിയില്ല, 2 3 കഷ്ണം ഇട്ടെടുക്കും. അയക്കിടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ നമ്മൾ ചട്ടി എടുത്ത് വെച്ചാൽ ചെമ്പട്ടിയാണ്, പുറത്ത് പോയി വറക്കട്ടെ കേട്ടോ. വറുത്ത് കുറച്ച് വീഡിയോ വെക്കണേച്ചിന് വറുത്ത് കഴിഞ്ഞാൽ ഇത് വറുത്തതാട്ടോ, മൊത്തം വറുത്ത് ചൂടാക്കി അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. കരിവേപ്പിൻ്റെ ഇല, പെരുംജീരകം, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, മഞ്ഞൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സ്മെല്ല്. ഇത് പൊടിച്ചാലും നല്ല സ്മെല്ലേക്കാം. കറിക്കൊക്കെ ഇട്ട് മല്ലി നല്ല ടേസ്റ്റി ആയിക്കാറ്, വലിയ ടേസ്റ്റി ആയിക്കാറ്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുക. നോമ്പല്ലേ വരുന്നത്, നോമ്പാകുമ്പോൾ പരിപ്പൊന്നും ഇല്ല എടുക്കില്ലല്ലോ, പരിപ്പ് കറി ഒന്നും ഉണ്ടാക്കില്ല. രാവിലെ വൈകുന്നേരം ഇത് നല്ല കറി മതി. അതുകൊണ്ട് നമ്മൾ പരിപ്പും വെള്ളരിക്കണ്ട് ആമ്പാട് ഇട്ടിട്ട് നല്ലൊരു കറി ഉണ്ടാക്കുക കേട്ടോ. ഇത് 2 നല്ല ഉണ്ട വെള്ളരിക്ക, 2 വെള്ളരിക്ക. പരിപ്പ് ആദ്യം എടുത്തിട്ട് പിന്നെ വെള്ളരിക്ക തളിച്ചിട്ട് വെള്ളരിക്ക ഇടുക, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കയറിയിട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഞാൻ നന്നാക്കി പരിപ്പ് കഴുകട്ടെ. നമ്മൾ പരിപ്പ് നന്നാക്കി പരിപ്പ് കഴിക്കട്ടോ. നല്ലോണം കഴിക്കാൻ തന്നെ ആ പാത്ത പൊന്തി വരുന്നത് ഒഴിവാക്കാം. വെള്ളമൊക്കെ പാർന്ന് നമ്മളുടെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാൻ പോകട്ടെ. മൂടിക്കട്ടെ, മൂടി കാണാല്ലേ. നമ്മൾ വെള്ളരിക്കും പരിപ്പും കഴിച്ചതായിട്ടത് അല്ല അടുപ്പത്ത് വെച്ചതാണ് കറി ഉണ്ടാക്കുക. പച്ചമുളക് കയറിയിട്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടിയും തേങ്ങ അരച്ച് പറഞ്ഞിട്ട് കടുക് കറിവേപ്പിൻ്റെ ഇലയിട്ട് വറവിട്ട കറി റെഡി ആയിട്ടോ. ഇതാ പരിപ്പ് വെള്ളക്കിനി പയർ ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ. പയറിങ്ങനെ ചെറുതാക്കി നോക്കി കാണിച്ചത് സൂപ്പറാക്കി നല്ല ചെറിയ പീസാക്കി. പച്ചോളം വയ്ക്കിട്ടാളെ, 2 പച്ചോളം പയർക്കുള്ളട്ടത്. നമ്മളെ പരിപ്പ് വെള്ളരിക്ക് കറി ഇതാ ശരിയായിട്ട് തേങ്ങയൊക്കെ ഞാൻ അരച്ച് വാർന്ന് ഒന്ന് വറവിട്ടാട്ടോ. അങ്ങനെ നമ്മൾ പയറുപ്പേരെടുത്തേക്ക് വെച്ചിന് കറി ഇതാ കടുകും കറിവേപ്പൊക്കെ ഇട്ട് വറവിട്ട് സെറ്റപ്പാക്കി ചമ്മന്തി ഉണ്ടാക്കിയാട്ടോ കേട്ടോ. ചെമ്മീൻ ഉണ്ടോ നോക്കട്ടെ, ചമ്മന്തി ഉണ്ടാക്കാം. കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഈ നോമ്പല്ലേ, ഞാൻ ചെമ്മീൻ എന്താ കഴിച്ചിട്ട് കാര്യമില്ല, എടുത്തിട്ട് കാര്യമില്ല. അപ്പം അതിനോട് ചെറിയൊരു ചമ്മന്തി കേട്ടോ. ഇത് നല്ല കഴുകിയിട്ട് നന്നാക്കി ചൂടാക്കുക, വറക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ റെഡിയാക്കട്ടെ. തേങ്ങ ചിരണ്ടി ചെമ്മീൻ വറവായി. ഇതിങ്ങനെ വറുത്ത് പച്ചക്ക് നല്ല ടേസ്റ്റാട്ടോ. ഞാൻ തിന്നു, ആരും തിന്നില്ലെങ്കിൽ. ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടോ. ഭക്ഷണം വയ്ക്കാനായി നമ്മൾ ചോറ് തിന്നാനിരുന്നു കേട്ടോ. നല്ല മട്ടായിട്ടുണ്ട് ചോറ്, കറി, ചമ്മന്തി, പരിപ്പ് കറിയും വെള്ളരിക്കയും.